ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ കമ്പനി ബോർഡ് LGSഉം 10th പ്രിലിമിനറി എക്സാമും ഇനി എത്ര ദിവസങ്ങളാണ് പരീക്ഷയ്ക്ക് മുമ്പിലുള്ളത്? ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു മികച്ച മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കുക? അതിനു വേണ്ടിയിട്ടാണല്ലോ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നീട്ടി വലിച്ചൊന്നും പറയുന്നില്ല, ചുരുക്കി അങ്ങ് പറഞ്ഞേക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനൊന്നും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കമ്പനി ബോർഡ് LGSൻ്റെയും 10th പ്രിലിംസിൻ്റെയും കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ്, പൊതുവിജ്ഞാനം, മാത്സ്, സയൻസ്, കറണ്ട് അഫേഴ്സ്, പ്രീവിയസ് ഇയർ സെറ്റ്, SCRT അടങ്ങുന്ന കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്താണ് കമ്പനി ബോർഡ് LGSൻ്റെയും 10th പ്രിലിമിനറിക്കും ഇനി എത്ര നാളാണ് തികച്ചുള്ളത്? ജൂലൈയിലാണ് പരീക്ഷ എന്ന് നമുക്കറിയാം. അപ്പോൾ ജൂലൈയിലാകുമ്പോൾ കൃത്യം ഇന്നത്തെ കൂട്ടുവാണെങ്കിൽ 64 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതായത് 2 മാസമാണ് ഇനി കൃത്യം നമ്മുടെ മുമ്പിൽ ഈ 2 പരീക്ഷകൾക്കുമായിട്ട് ഉള്ളത്. അപ്പോൾ ഈ 2 മാസം നിങ്ങൾ വ്യക്തമായ സ്റ്റഡി പ്ലാനോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ആ സ്റ്റഡി പ്ലാൻ? സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2021 മുതൽ 2025 വരെ കമ്പനി ബോർഡ് LGSൻ്റെയും 10th പ്രിലിമിനറി എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളും നിങ്ങൾ എടുക്കുക. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുബന്ധ വസ്തുതകളും പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് സിലബസ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് സിലബസിൽ കൂടി നമ്മൾ ഒരുപാട് തവണ കയറി ഇറങ്ങി പോവുകയും നമുക്ക് നല്ല രീതിയിൽ മാർക്ക് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡാണ് ഈ ഒരു ടെക്നിക്ക്. ഇത് ശരിക്കും PSC പഠിക്കുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ്. ഈ ടെക്നിക്ക് നല്ല കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ മാർക്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. 2021 മുതൽ 2025 വരെ കമ്പനി ബോർഡ് LGSൽ ഇതുവരെ ചോദിച്ചുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. 10th പ്രിലിംസിനും ഇതുവരെ ചോദിച്ചുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ ചോദ്യവും അതിൻ്റെ അനുബന്ധ വസ്തുതകളും പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 10,000 ചോദ്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ 1000 ചോദ്യങ്ങളിലൂടെ നിങ്ങൾ പല തവണ കയറി ഇറങ്ങി പോകുമ്പോൾ ഇതിനകത്തൊരു 400 ചോദ്യങ്ങളെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിന്ന് റിപ്പീറ്റേഷനിലൂടെ ആയിരിക്കും കടന്നു പോവുക. ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ പല തവണ റിവിഷൻ ഉൾപ്പെടെ ഈ ഒരു നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതിന് അനുബന്ധ വസ്തുക്കൾ വെച്ച് പഠിക്കുമ്പോൾ പല തവണ റിവിഷൻ ഉൾപ്പെടെയാണ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതുവഴി പഠിച്ചു പോകാനായിട്ട് സാധിക്കും. ഇത് ബെസ്റ്റ് മെത്തേഡാണ് കേട്ടോ. നിങ്ങൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഈ ഒരു പ്രീവിയസ് ഇയർ സെറ്റും ഇതിൻ്റെ അനുബന്ധ വസ്തുതകളൊക്കെ എവിടെ പോയി കണ്ടുപിടിക്കുന്നു? നമ്മൾ ഡെയിലി പ്രീവിയസ് ഇയർ സെറ്റും അതിൻ്റെ അനുബന്ധ വസ്തുതകളും അടങ്ങുന്ന ഡെയിലി 1 hour ക്ലാസ്സുകൾ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ക്ലാസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെയിലി വേറെ ഒന്നും ചെയ്യേണ്ട, തരുന്ന ക്ലാസ്സുകൾ വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രം മതിയാകും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വസ്തുക്കളൊന്നും തപ്പി നടന്ന് കഷ്ടപ്പെടേണ്ട, മുഴുവൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഇത് നല്ല രീതിയിൽ നിങ്ങളുടെ മാർക്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ്. 2 മാസം കൊണ്ട് നിങ്ങൾ SCRT പഠിക്കുന്നു, NCRT പഠിക്കുന്നു, അതല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആവാനായിട്ട് നോക്കുന്നു. ഇതൊന്നും നിങ്ങൾ ഈ 2 മാസം കൊണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. പക്ഷേ ഈ ടെക്നിക്ക് നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് തവണ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വരും എന്ന അടിസ്ഥാന പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുന്നതാണ്. അതുകൂടാതെ ഒരുപാട് തവണ റിവിഷൻ തന്നെ നടന്നു പോകുന്നതാണ്, ഒരുപാട് തന്നെ സിലബസ് കവറായി പോകുന്നതാണ്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് സൈഡ് ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.